everyone, welcome to Delicious Recipes. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ഒരു നാടൻ ഊണുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഷെഫ് പിള്ളച്ചേട്ടൻ്റേതാണ്. ഈ അടുത്തിടെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇടിയപ്പവും നേന്ത്രപ്പഴം സ്റ്റീം ചെയ്തെടുത്തതും പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്ത് തേങ്ങാപ്പാലും കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ തുടങ്ങിയാലോ. ഈ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് കുറച്ച് വെള്ളം ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇത് ഡബിൾ ഹോസിൻ്റെ ഇടിയപ്പം പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അല്പസമയം ഒന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്നതിൽ നിന്നൊരല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ഷെഫ് പിള്ളച്ചേട്ടൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇഡ്ഡലിത്തട്ടിലാണ് ഞാൻ ഈ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിതിവിടെ കുക്കറിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ അച്ചിട്ടിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഇടിയപ്പത്തിൻ്റെ മാവ് പിഴിഞ്ഞ് ഒഴിച്ച ശേഷം തേങ്ങയുടെയും പഞ്ചസാരയുടെയും കൂട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ചുകൂടി മാവൊന്ന് പിഴിഞ്ഞൊഴിക്കണം. ഇതുപോലെ കുറച്ച് ഇടിയപ്പത്തിൻ്റെ മാവ് വെച്ച ശേഷം പഞ്ചസാരയുടെയും തേങ്ങയുടെയും കൂട്ട് വയ്ക്കാം. അതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഇടിയപ്പത്തിൻ്റെ മാവ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യത്തെ സെറ്റിനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഞാനിവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ ഈ തട്ട് അതിൽ വെച്ച് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. തുറന്ന് നോക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഈ ഇഡ്ഡലിത്തട്ടിൽ നിന്നും നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കോമ്പിനേഷനാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ 3 നേന്ത്രപ്പഴം സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും നേന്ത്രപ്പഴം സ്റ്റീം ചെയ്തെടുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പഞ്ചസാരയുടെയും തേങ്ങയുടെയും കൂട്ട് അല്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇതൊന്ന് കഴിക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയും നല്ല ഒരു റെസിപ്പി നമുക്ക് തന്നതിന് ഷെഫ് പിള്ളച്ചേട്ടനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ആദ്യം ചേന മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചേന നന്നായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ചേന വേവുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം.
ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചേന ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ മുളക് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ മുളക് പൊടി നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചേന നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് മീൻകറിയാണ്. ഈ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ സവാള ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചേർത്തത്. സവാള നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് കീറിയതാണ് ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായി ചേർക്കുന്നത് മുളക് പൊടിയാണ്. 3/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നോർമൽ ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി പൊടികളെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ അടുത്ത അടുപ്പിൽ ചോറ് വയ്ക്കുകയാണ്. മീൻകറിയുടെ അരപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. മോരുകറി തയ്യാറാക്കാനുള്ള തൈര് ഞാനൊരു മിക്സിയുടെ വലിയ ജാറിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മീൻകറിയുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഷേരി മീനാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കിലോ മീനുണ്ട്. ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കറി ഞാൻ അടുത്ത അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. അടുത്ത അടുപ്പിൽ മോര് കറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. 2 നുള്ള് ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്.
ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഏകദേശം 2 നുള്ള് മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഈ അടിച്ചെടുത്ത തൈര് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തിളച്ചൊന്നും പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മോരുകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിന് തേങ്ങ ചേർക്കാത്ത മോരുകറിയും മീൻകറിയും അമരക്കയും ക്യാരറ്റും കൂടി ചേർത്ത് തയ്യാറാക്കിയ ഒരു തോരനും ചേന മെഴുക്ക് പുരട്ടിയുമാണ്. ഇതിൽ ഈ തോരൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്